കർത്താവിൻ്റെ ദൈനംദിനനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഒരു ഡിവൈൻ ഫെലോഷിപ്പിൽ, അതായത് ഒരു ആത്മീയ ചർച്ചയിലേക്ക് ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ, അതായത് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ ഷെറി വർഗീസാണ് ഇന്നായിരിക്കുന്നത്. ഡോക്ടർ, വെൽക്കം ടു റിവീൽ ടുഡേ ചാനൽ. ഓക്കെ ഡോക്ടർ, സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? കാരണം ധാരാളം പേര്. ഞാൻ ഷെറി വർഗീസ്, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലുള്ള ഓർത്തോപെഡിക് സർജറി വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭാര്യ ഡോക്ടർ മിനി അലക്സ്, അദ്ദേഹം പീഡിയാട്രീഷ്യനാണ്, കുമ്പനാട് ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ സ്വന്തം സ്ഥലം ചെറിയനാട്. മാതാപിതാക്കൾ മരിച്ചുപോയി. ഫാദർ ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു, ചെങ്ങന്നൂരായിരുന്നു. മദർ വെൺമണി ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. എനിക്കൊരു സഹോദരി, വിവാഹം കഴിച്ച് കൊല്ലത്ത് കുടുംബമായി ജീവിക്കുന്നു. എൻ്റെ അനുജൻ ചെറിയനാട് കുടുംബത്ത് തന്നെ ഉണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്ക് 3 ബോയ്സാണുള്ളത്. മൂത്ത 2 ബോയ്സും വിവാഹം കഴിച്ച് അവർ കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഇളയ മകനിപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലോട്ട് പ്രവേശിക്കുവാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഡോക്ടറെ, ഈ തിരക്കിൻ്റെ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരിയും തിരക്കുള്ള സമയങ്ങളാണല്ലോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ ഡോക്ടറെ, നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളത് മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അവിടെ നമ്മുടെ ഇപ്പം ഇങ്ങനത്തെ നമ്മുടെ ഒരു ബിലീവർ എന്ന ലെവലിലേക്ക് വിശ്വാസത്തിൽ വരാനുള്ള കാരണങ്ങളൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ മാതാപിതാക്കൾ അവർ തിരക്കേറിയ ജോലിയായിരുന്നുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ 1ാം ക്ലാസ് മുതലേ 6ാം ക്ലാസ് വരെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുള്ളത്. ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അപ്പം 1 മുതൽ 4 വരെ ബദേൽ ആശ്രമം എന്ന് പറഞ്ഞ CSIക്കാരുടെ ഒരു ബോർഡിംഗ് സ്കൂൾ തിരുവല്ല വാരിക്കാട്ട് ഉണ്ട്. അപ്പോൾ അവധിക്ക് മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ, ബാക്കി സമയത്തെല്ലാം അവിടെ ഹോസ്റ്റലിലാണ്. കുഞ്ഞു പ്രായത്തിൽ തന്നെ അവിടെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു ടീം ആൾക്കാർ വന്ന് എല്ലാ ആഴ്ചയിലും അവിടെ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന ആ കഥ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വെച്ച് ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് പള്ളിയിൽ അവരുടെ ചാപ്പലിരുന്നാണ് എല്ലാ കുഞ്ഞുങ്ങളും അവിടെ ഇരിക്കും. അപ്പോൾ ആ ഓഡിയോ വിഷ്വൽ എയ്ഡിനകത്തോടെ എനിക്ക് മനസ്സിലായ ഒരു സത്യം, സ്വർഗം, നരകം, ഈ 2 കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമായി. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അത് പോകാതെ അവൻ്റെ പാപം അവനെ നരകത്തിലെത്തിക്കുന്നു എന്നുള്ളത് നേരത്തെ നമുക്കൊരു കേട്ടറിവേ ഉള്ളായിരുന്നു. ഒന്നും അറിയത്തില്ല. മേ ബി ഒരു 3ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും. അപ്പം പള്ളിയിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ. പക്ഷെ ഈ ഒരു ക്ലാസ് വഴി നമുക്ക് മനസ്സിലായി, സ്വർഗം, നരകം. നരകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പാപം മൂലം. പാപക്ഷമ ലഭിക്കാതെ ഒരു കാരണവശാലും മോക്ഷം ലഭിക്കത്തില്ല. ആ കഥയിൽ കൂടെ എനിക്ക് ആ കുഞ്ഞു പ്രായത്തിൽ അവിടെ നിന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു ഓൾട്ടർ കോൾ കൊടുക്കും. ആ ഓൾട്ടർ കോളിൽ എൻ്റെ ഒരു വിശ്വാസമാണ് ഇപ്പോഴത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ പ്രായമേ ഉള്ളൂ, പക്ഷേ അവിടെ യേശുവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പോകുമ്പോൾ ഈ ഒരു സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചില്ല, നരകത്തിലാണ്. സ്വർഗത്തിൽ പോകണം, യേശുവിനെ സ്വീകരിക്കണം. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു. അതായത് എൻ്റെ ഹൃദയം തുറന്ന് ആ കുഞ്ഞു പ്രായത്തിൽ ആ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ അവിടെ മാതാപിതാക്കളൊന്നുമില്ല, അവിടെ കൊച്ചമ്മമാരും പിന്നെ കൂട്ടുകാരുമാണ്. അവിടെ ലോൺലിനെസ്സാണ് ആ രീതിയിൽ. പക്ഷെ അവിടെ യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചു. അത് ഞാൻ പിന്നെ മുന്നോട്ടുള്ള 4ാം ക്ലാസ്സിൽ പിന്നെ മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ കൺവെൻഷൻസ് ഉണ്ട് പള്ളിയിൽ. അവിടെ എല്ലാം ഉപദേശിമാർ വന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ട് ഓൾട്ടർ കോൾ വഴി. ഓൾട്ടർ കോളിൽ എന്തുവാ, നീ ഭാവിയാണെന്നും നീ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നു എന്നും നീ ഏറ്റു പറയണം. അപ്പോൾ അപ്പോഴെല്ലാം ഞാൻ എണീറ്റിരിക്കും. കാരണം മേ ബി ഒരു 10 പേര് എണീക്കുമായിരിക്കും ആ വലിയ കൂട്ടത്തിനകത്ത്, ഞാനും ഉണ്ട് അതിനകത്ത്. കാരണം ഈ ചെറുപ്രായത്തിലേ കിട്ടിയ ആ ഒരു ദർശനം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. അതുമൂലം ഞാൻ ഓരോ കൺവെൻഷൻസിനകത്തും റിയാലിറ്റി സത്യം മനസ്സിലായി. എൻ്റെ പാപം എന്നെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നു. പാപമില്ലാതെ ജീവിച്ച് പാപക്ഷമ ലഭിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. മാർത്തോമ സഭയിലുള്ള ഈ സുവിശേഷ വേലയുടെ ഗുണം കൊണ്ടാണ്. അല്ലെ സുവിശേഷകർ വന്ന് പ്രസംഗിക്കുക, VBS
അതുപോലെ സൺഡേ സ്കൂള്. പിന്നെ അങ്ങനെ ആ സമയത്ത് ഡോക്ടർ ഇവാഞ്ചലിസ്റ്റ് ആ ലെവലിലേക്ക് അങ്ങനെ വളരുന്നത് കുറച്ച് അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടുമൊക്കെ ഫസ്റ്റ് ചാൻസിൽ തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് MBBS ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുക. അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ്. അപ്പോൾ അവിടെ ചെന്ന ആഴ്ച മുതൽ ഞാൻ ഈ പ്രെയർ ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡായി. എല്ലാവരും ഒരു ബോണഗെയിൻ ക്രിസ്ത്യൻസ് ആണ് അതിന്റെ ലീഡേഴ്സ്. എന്നാൽ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ മെഡിക്കൽ കോളേജിലുള്ള പിള്ളേരെ രക്ഷിക്കപ്പെടുത്തുക. അതവരുടെ ലക്ഷ്യം. അവരെ പ്രാർത്ഥനയിൽ കൊണ്ടുവരിക, അവരെ കർത്താവിന്റെ സ്നേഹത്തിലോട്ട് വഴി നടത്തുക. ബോണഗെയിനായുള്ളവർ കുറച്ച് പേര്, ലീഡർഷിപ്പിലുള്ളവർ. ഞാൻ അന്നേരം ബോണഗെയിനാ. പക്ഷേ അവിടെ അല്ലാത്തവരും വരും. എല്ലാവരും അവർ ക്ഷണിക്കും. എന്നിട്ട് അവരിങ്ങനെ പതുക്കെ യേശുവിനെ കുറിച്ച് പറയും, ദൈവവചനം പഠിപ്പിക്കും. ആ കൂട്ടത്തിൽ ഞാൻ അങ്ങ് എസ്റ്റാബ്ലിഷ്ഡായി. എൻ്റെ വചനത്തിൽ ഞാൻ കൂടുതൽ പഠിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ചില റോൾ മോഡൽസിനെ കാണാനുള്ള കൃപ, ദൈവത്തിൻ്റെ വലിയ ഒരു ഗ്രേസ് എൻ്റെ മേലുണ്ടായി. ആ മനുഷ്യരെ കണ്ട് ഞാൻ തീരുമാനിച്ചു, മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ എന്തുവാ, ഈ വൈറ്റ് കോളർ ജോബാണ്, ഡിഗ്നിറ്റിയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അവിടെ ചെന്നത് മനസ്സിലായി, ഡിഗ്നിറ്റി അല്ല, ഇനി കർത്താവിൻ്റെ ഡിസൈപ്പിൾ ആകുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഈ കർത്താവിനെ സ്നേഹിച്ച് നടക്കുന്ന മനുഷ്യരെ കണ്ട് അങ്ങനെ. നേരത്തെ ആ സ്വർഗത്തെ നരകത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ആ സമയത്ത് ആ കേട്ടറിവ് വന്നു. അതായത് പാപമാണെങ്കിൽ എന്തോ നരകത്തിലേക്ക് പോകും, രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇത് ശരിക്കും റോൾ മോഡൽസ്, അതായത് ഇവരെ കാണുമ്പോൾ ശരിക്കും നമുക്കങ്ങ് നമ്മുടെ വിശ്വാസം അങ്ങ് ഉറച്ചു, എസ്റ്റാബ്ലിഷ് ആയി. രക്ഷിക്കപ്പെട്ടെങ്കിലും മുൻകോപവും ദേഷ്യവും അങ്ങ് വയലൻസും ഒക്കെയാണ് അകത്ത്. എന്നാൽ ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി, ഇതല്ല ജീവിതം, ഇതുപോലല്ല സ്പിരിറ്റിന്റെ ഒരു ഫ്രൂട്ട്നെസ് ശരിക്കും, ആത്മാവിന്റെ ഫലങ്ങൾ എന്താണെന്നുള്ളത് അവരിൽ കൂടി നമ്മൾ കണ്ടു. അല്ല, യേശുവിനെ ഞാൻ അവരിൽ കണ്ടു. യേശുവിന്റെ വചനം നമ്മൾ കേൾക്കുന്നു, പക്ഷെ യേശുവിന്റെ വചനത്തിൽ ജീവിക്കുന്നവരെ നമ്മൾ കണ്ടു. ഡോക്ടർ, അങ്ങനെ പറയുമ്പോഴേ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പം ഒരിക്കൽ ആമോസി എന്ന് പറഞ്ഞൊരു ദേവദാസൻ ഒരിടത്ത് വന്ന് സുവിശേഷിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന് സഭകളിൽ 2 ചിറകുള്ള പക്ഷികൾ, അതായത് ഒരു ചിറക് കൃപാവരങ്ങളാണ്, ഒരു ചിറക് ഡൗണാ, അതായത് ഒന്നും ഇത് ചെയ്യുന്ന ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. പക്ഷെ അത് കാണുന്നില്ല. അതൊക്കെ ഡോക്ടർ എന്തോ പറയും. നമുക്ക് നോക്കുമ്പോൾ നല്ല പ്രസംഗങ്ങളെ എല്ലാവരും നമുക്കറിയാമല്ലോ, പുറമേ ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഈ ഒരു ഫലത്തിന്റെ ഒരു തലം ഇപ്പൊ ഡോക്ടർ പറഞ്ഞ അതാണല്ലോ, അവരിൽ ആ ഫലം കണ്ടത്. അതിന് നമ്മൾ എന്തോ ചെയ്യേണ്ടി, അത് ഡോക്ടറുടെ ഒരു അനുഭവത്തിലൂടെ പറയുവാണെങ്കിൽ, വിജയകരമായ ക്രിസ്ത്യൻ ലൈഫ്, വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധ ജീവിതം, സ്നേഹം, ആത്മാവിന്റെ ഫലം, അതാണ് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് അല്ല. അപ്പൊ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം ആർക്കും അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ സുവിശേഷം പറഞ്ഞാലും ആ സുവിശേഷം ആൾക്കാർ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അവർക്ക് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഒരു സഹോദരി ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നു. അവരോട് ഞങ്ങൾ സുവിശേഷം, ജോലിക്കാരിയാണ്, അതായത് വീട്ടു ജോലിക്കാരിക്ക് വന്ന് വീട്ടിൽ താമസിക്കുക. ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ അവർ ഹിന്ദുക്കളാണ്. അവർക്ക് എന്നിട്ട് അവിടെ ഇരുന്ന് ഓർഡർ കോൾ കൊടുത്തു, ഫാമിലി പ്രയറിൽ. അവരപ്പം പറഞ്ഞു, സാറേ ഞങ്ങളിത് 8ാമത്തെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പം ഈ വീട്, ഈ 8 വീടും ക്രിസ്ത്യൻസിൻ്റെ വീടായിരുന്നു. അവരിൽ പലരും പറഞ്ഞു, നീ പള്ളി വാ, നീ പൊട്ടെടുത്ത് കള, നീ ജീവനുള്ള ദൈവമാ, നീ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതം കണ്ടിട്ട് ഞങ്ങൾക്ക് ഈ വിശ്വാസം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യം. അവിടെ ഇരുന്ന് രക്ഷിക്കപ്പെട്ടു. അവൾ ഹൃദയം തുറന്ന് യേശുവിനെ ഉള്ളത്തിൽ കർത്താവിനെ രക്ഷിതാവിനെ സ്വീകരിച്ചു. അതിനോടൊക്കെ പറഞ്ഞ റീസൺ എല്ലാവരും പറഞ്ഞെങ്കിലും ഇവിടെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. അപ്പൊ ജനങ്ങൾ എപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ ലൈഫ് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ലൈഫ് ഇല്ലെങ്കിൽ പ്രസംഗം ആർക്കും കേൾക്കണ്ട. ചുമ്മാ നമ്മളിങ്ങനെ ശബ്ദം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോകാന്നേ ഉള്ളൂ. നമ്മൾ ടച്ച് ചെയ്ത് വന്നെങ്കിലേ അതിന്റെ റിസൾട്ട് കാണുന്നുള്ളൂ. ഈ ലൈഫാണ് പ്രസംഗം. ആ ലൈഫിനകത്തൂടെ പ്രസംഗം കാണുന്നവർക്ക് മാത്രമേ നമ്മുടെ ശബ്ദം അക്സെപ്റ്റബിൾ ആകത്തുള്ളൂ. ഇത് സ്നേഹത്തിന്റെ സുവിശേഷം, ഗുഡ് ന്യൂസ്. ഇറ്റ്സ് എ ലവ്. ഇതൊരു സ്നേഹമില്ലാത്ത ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഈ സ്നേഹത്തിന്റെ സുവിശേഷം അതിനെ റിസീവ് ചെയ്യത്തില്ല. സ്നേഹമാണ് ആദ്യത്തെ കാര്യം. അല്ല, അത് ഡോക്ടർ പറയുമ്പോൾ തന്നെ
പത്രോസ് അറിയാമല്ലോ, യേശുവിന്റെ മരണപുനരുദ്ധാനത്തിന് ശേഷം തിബിരിയാസ് കടൽക്കരയുടെ കാണുമ്പോൾ അവിടെ ചോദിക്കുന്നത്, ഡു യു ലവ് മീ മോർ ദാൻ ഓൾ? വേറെ ഒന്നും അല്ല, നീ എന്നെ ഡിനേ ചെയ്ത ആളാ, അല്ലെ നീ തെറ്റ് ചെയ്തു, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ, പക്ഷെ അതൊന്നുമല്ല ചോദിക്കുന്നത്. നീ ഇപ്പോഴും സ്റ്റിൽ യു ലവ് മീ, നീ ഇപ്പോഴും ഉണ്ടെങ്കിൽ യു ഫീഡ് മൈ ലാംസ്. അല്ലെ, അതൊരു വലിയ തല, വലിയ ഡോക്ടറെ സ്നേഹം. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ് ഞാൻ ഡോക്ടറോട് കാണിക്കുന്ന സ്നേഹം, അല്ലേ, അല്ലെ ഞാൻ മറ്റൊരു വ്യക്തിയോട്. ആ സ്നേഹമാണ് അതിന്റെ ശരിക്കും, അല്ലയോ, ബേസ്ഡ് ആ ലവ്, അല്ലേ? കാരണം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്ന കള്ളനാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹമാണ് പ്രധാനം, അതാണ് സുവിശേഷം. തീർച്ചയായിട്ടും. അപ്പൊ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സഹോദരനുമായിട്ടുള്ള സ്നേഹത്തിനകത്ത് അതിനകത്തൊരു വർധനവ് നിശ്ചയമേ ഉണ്ടാകും. ഡോക്ടർ, അങ്ങനെ ആ മെഡിക്കൽ കോളേജിലെ അനുഭവം കഴിഞ്ഞ് പിന്നെ ഈ മർത്തോമ സഭയിൽ നിന്ന് പിന്നെ ഇപ്പൊ ദൈവത്തിന്റെ ഇപ്പൊ ഒരു വേർപെട്ടൊരു വിശ്വാസ ലെവലിലേക്ക് വരാനുള്ള ഒരു മുഖാന്തരം എന്തായിരുന്നു? അപ്പൊ ഈ മർത്തോമ സഭയിൽ കൂടി തന്നെ ഞാൻ വചനത്തിൽ അങ്ങ് ഉറച്ചു. വചനത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ലക്ഷ്യം ഈ സഭയിലുള്ളവരോട് സുവിശേഷം പറയാന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഈ വിശ്വാസം മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്നെ പള്ളികളിൽ പ്രസംഗിക്കാൻ വിളിക്കും. അങ്ങനെ ഞാൻ പള്ളിയിൽ ഒരു പ്രസംഗകനായിരുന്നു. അപ്പോൾ വചനമൊക്കെ കുറച്ച് പഠിക്കാനോ, വചനം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അപ്പം അച്ഛന്മാരൊക്കെ എന്നെ വിളിക്കും. ചിലപ്പം ഭദ്രാസന കൺവെൻഷൻ വരെ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അതൊരു വലിയ സെന്റർ. അവിടെയൊക്കെ പോയി അവിടെ പ്രസംഗിക്കുന്ന എന്തോ യേശുവിനെ കുറിച്ച് വചനത്തിൽ ഉറച്ചു. പ്രൊഫഷണലി ഞാൻ പ്രൊഫഷണലാണ്, ഡോക്ടറാണ്. അതേസമയം തന്നെ അവസരം കിട്ടുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം അറിയുന്നവരെ വചനത്തിൽ പഠിപ്പിക്കുക. അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കുടുംബജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നപ്പോൾ കുഞ്ഞുങ്ങൾ എന്നോട് പറയാൻ തുടങ്ങി. മൂത്ത മോൻ എന്നോട് പറഞ്ഞു, പപ്പ പള്ളിയിൽ പ്രസംഗിക്കുന്നുണ്ട്, പപ്പയുടെ ജീവിതത്തിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് വെച്ചാൽ പപ്പയ്ക്ക് സുവിശേഷം പറയാൻ ഒക്കുന്നു, പക്ഷെ ഞങ്ങൾക്കൊരു പ്രയോജനവും കിട്ടുന്നില്ല. പപ്പയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? ഞങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സാഹചര്യം അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത തുടങ്ങി. കാരണം അവിടെ ഈ നമ്മൾ പഠിപ്പിക്കുന്ന വിശ്വാസവും പിന്നെ അവിടെ ചിലപ്പം വരുന്ന പഠിപ്പീരും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഉൾപ്പെട്ട പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുന്നത് ഈ സാത്താൻ എന്ന് പറയുന്ന ഒന്നും സത്യമല്ല എന്ന് വെച്ചാൽ അതൊരു ഭാവനയാണ്. ശരിക്കും സാത്താൻ ഇല്ല. അതുപോലെ സ്വർഗവും നരകവും ഒന്നും അതൊന്നും എല്ലാം ഒരു ഭാവനകളാണ്. അപ്പൊ അങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങളിൽ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ അവരിൽ വേറൊരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ എല്ലാം ഡൈക്കോട്ടമി ആയിരിക്കും. നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ സ്വർഗവും നരകവും, യേശു, പിന്നെ പിശാച്, ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ശരിയാകത്തില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. അപ്പോൾ ഞങ്ങളിങ്ങനെ മറ്റ് സഭകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ALFC ചെങ്ങന്നൂരുമായിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ ഡോക്ടർ അജിത്തിന്റെ ചർച്ചുമായിട്ട് അങ്ങ് 2010 മുതൽ ഞങ്ങളിങ്ങനെ മറ്റ് സഭകളിലാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ അതിനകത്ത് പൂർണ്ണമായിട്ട് ആ ലെവലിലേക്ക് വന്നു. അവർ നോക്കുമ്പോൾ പപ്പ എല്ലായിടത്തും പോയി അല്ലേ ശുശ്രൂഷിക്കുന്നു, പപ്പ പ്രാപിക്കുന്നു, ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. കാരണം സൺഡേ സ്കൂളിൽ തന്നെ കോൺട്രവേഴ്സിയാണ്. നമ്മുടെ വിശ്വാസവും സൺഡേ സ്കൂളിലെ പഠിപ്പീരും തമ്മിൽ കോൺട്രവേഴ്സിയായി. നമ്മുടെ വിശ്വാസം രക്ഷിക്കപ്പെടണം, വീണ്ടും ജനിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പിന്നെ പാവിയായി നരകത്തിൽ പോവും, സ്വർഗമുണ്ട്, രക്ഷിക്കപ്പെട്ടെങ്കിലേ രക്ഷപ്പെടത്തുള്ളൂ, അല്ലാതെ മാമോദിസ കൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അപ്പോൾ അവിടെ മാമോദിസയാണ് രക്ഷ. ഡോക്ടറിന്റെ ബാപ്റ്റിസവും വൈഫിന്റെയും കുഞ്ഞുങ്ങളും ഞങ്ങൾ ഈ മർത്തോമ സഭയിൽ ഉള്ളപ്പം തന്നെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും സ്നാനപ്പെട്ടു. വചനം പഠിച്ചപ്പോൾ ആ സ്നാനപ്പെട്ടതിന് ശേഷവും ഞങ്ങൾ മർത്തോമക്കാരായിട്ട് തന്നെ തുടർന്നു. ഞങ്ങളവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബാപ്റ്റൈസ്ഡാണ്, എല്ലാ കുടുംബമായിട്ട് അങ്ങ് ബാപ്റ്റൈസ്ഡായി. ഓരോ സമയത്തായിരുന്നു. ഭാര്യ ആദ്യം സ്നാനപ്പെട്ടു, പിന്നെ ഞാനും മക്കളും കൂടെ സ്നാനപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഈ സഭയിലോട്ട് ഇവിടെ വന്ന് ഡോക്ടർ അജിത്തിന്റെ LFC പറഞ്ഞല്ലോ, അവിടെ ഡോക്ടർ ചെയ്യുന്ന റോൾ എന്താ? മീൻസ് ഡോക്ടർ പ്രൊഫഷണലി ഡോക്ടറാണ്, അതിന്റെ ബോൺ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. അതിന്റെ കാര്യങ്ങൾ ഈ തിരക്കിന്റെ നടുവിൽ എങ്ങനെ സഭയെ സപ്പോർട്ട് ചെയ്യാൻ, ശുശ്രൂഷയിൽ എന്തോ ഡോക്ടറിന് ഒരു ഗിഫ്റ്റ് ദൈവം തന്നിരിക്കുന്നത്? സഭയില് പാസ്റ്റർമാര് എന്നെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതാ ഒരു ഗിഫ്റ്റ്. എന്തോ ഡോക്ടർ കിട്ടിയ ടീച്ചിങ് ആണോ അതോ എന്തോ ആണ്? ഞാനൊരു സുവിശേഷകനാണ്, ഒരു ടീച്ചറാണ്, ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്.
അപ്പം സുവിശേഷം അറിയാൻ മേലാത്ത ക്രൗഡാണെന്നുണ്ടെങ്കിൽ, ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനോടൊരു സുവിശേഷം പറയും. സുവിശേഷം അറിയാവുന്ന മനുഷ്യരാണെന്നാണ് മുന്നിലിരിക്കുന്നുണ്ടെങ്കിൽ അവരെ വചനത്തിൽ ഉറപ്പിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഹോസ്പിറ്റലുകളിൽ വരുന്നവരോട് പേഴ്സണൽ ഇവാഞ്ചലിസം, അതായത് കിട്ടുന്ന ടൈമുകളിൽ എനിക്ക് ഒന്ന് ജെറു ബ്രദറാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ട്രാക്ട് കൊടുക്കുക, അങ്ങനെ അവരോട് അതെങ്ങനെയാ ഡോക്ടർ, അതെങ്ങനെയാ ചെയ്യുന്നത്? അപ്പോൾ ഈ ചെറുപ്രായത്തിൽ എനിക്ക് മനസ്സിലായത്, എനിക്ക് സുവിശേഷം പറയണം, യേശുവിനെ കുറിച്ച് പറയണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു ട്രാക്ട് സ്വന്തമായിട്ട് എഴുതി ടൈപ്പ് ചെയ്തൊരു ബുക്കാക്കി. ഒരു വളരെ ആ ട്രാക്ടിന്റെ പേര് ഇതാണ്, ഈ സത്യം അറിയാതിരിക്കരുത് എന്നുള്ളതിന് തലക്കെട്ട്. ഈ സത്യം അറിയാതിരിക്കരുത്. എന്നിട്ട് പിന്നെ അതിനകത്ത് നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും തലക്കെട്ട് കാണുമ്പോൾ ഒരാൾക്ക് ഓരോരോ ഹെഡിങ്സ്, അങ്ങനെ അത് പക്ക സുവിശേഷം അത്. എന്നിട്ട് പിന്നെ ആൾക്കാർ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ഞാൻ അവരോട് സ്പിരിച്വൽ ഡിസ്കഷനിലോട്ട് പ്രവേശിക്കും. അത് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ അവരോട് സുവിശേഷം കമ്മ്യൂണിക്കേറ്റ്. എല്ലാവരോടും ഒരുപോലെ അല്ല, എങ്ങനെയാ നമ്മുടെ റെസ്പോൺസ് അനുസരിച്ച് പറയത്തുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ രക്ഷയിലേക്ക് പെട്ടെന്ന് നയിക്കാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ? കൂടുതലും വളരെയധികം വരുന്നു. എപ്പോഴും എന്റെ OP-യിൽ ട്രാക്ട് സ്റ്റോക്കാണ്, ബൈബിൾസും സ്റ്റോക്കാണ്. പല ഹൈന്ദവ കുടുംബങ്ങളിലും അവരുടെ വീട്ടിൽ ബൈബിളുണ്ട്, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. പലരും ബൈബിൾ വായിക്കുന്നു. നമ്മളെ സത്യസുവിശേഷോട് പറയും, യേശുവിലൂടാണ് നിത്യജീവൻ, യേശുവിലൂടാണ് രക്ഷയെന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുക. നമുക്കത് മാത്രമേ ചെയ്യാൻ ഒക്കൂ. എന്നിട്ട് അവര് ഓപ്പൺ ആണെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അല്ലേ? അപ്പം നമ്മൾ ജസ്റ്റ്, അതായത് പേഷ്യന്റിന്റെ മുമ്പിൽ മരുന്ന് വെക്കുക എന്ന് പറഞ്ഞാല് ആദ്യമേ അവർക്ക് നമ്മൾ അവരുടെ ശാരീരിക രോഗത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവരോട് ഡിസ്കഷൻ സമയത്ത് ഉള്ളിലൊരു ശബ്ദം കേൾക്കും, ഇവരോട് നീ സ്പിരിച്വൽ ഹിസ്റ്ററി എടുക്കുക, നമ്മൾ ഫിസിക്കൽ ഹിസ്റ്ററി എടുക്കുന്നത്, നിങ്ങൾക്ക് എന്താ രോഗം എന്ന് പറയുന്ന പോലെ അവരോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ വിശ്വാസം എന്താ? പലപ്പോഴും ഈ വിശ്വാസത്തിന്റെ തകർച്ച മൂലമാണ് ഇവിടെ രോഗം. ഒരു ആശുപത്രിയിൽ വരുന്ന ഒരു 60% ആൾക്കാരും ശാരീരികമായിട്ടുള്ള രോഗം കൊണ്ടല്ല, സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ മനസ്സ് സുഖമല്ല. അപ്പോൾ മനസ്സ് സുഖമല്ലാത്തതിന്റെ കാരണം ദൈവശബ്ദം അവരുടെ ഉള്ളിലില്ല. അപ്പോൾ അവരോട് ഞാൻ വിശ്വാസം എന്താണെന്ന് ചോദിക്കും. വിശ്വാസം ചോദിക്കുമ്പോൾ പലരും പല രീതിയിൽ പ്രതികരിക്കും. ചിലർ പറയും ഞങ്ങൾ കത്തോലിക്കരാണെന്ന് പറയും, അല്ലെ പറയും ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയും, അല്ലെ പറയും ഞങ്ങൾ ബോണഗേനാണെന്ന് പറയും. അപ്പോൾ ആ ഒരു റിപ്ലൈ കിട്ടുമ്പോൾ അവരുടെ സ്പിരിച്വൽ നിലവാരം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് അവരോട് ഞാൻ പതുക്കെ ഇതാകുമ്പോൾ ട്രീറ്റ്മെന്റും അവർക്ക് ഫലിക്കും. ഈ ഒരു ലെവലിലേക്ക് അവർ സ്വീകരിക്കുന്നവരാണെങ്കിൽ അവർ എന്തെങ്കിലും ഇന്റേണൽ വൂൺസ് വല്ലതും ഉണ്ടെങ്കിൽ അതും ഹീലാവും അല്ലേ? യേശു കർത്താവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരാതെ അവന് ഡെലിവറൻസ് കിട്ടത്തില്ല. വേദന കുറയും, പക്ഷെ ഡെലിവറൻസ്, ആ ഡെലിവറൻസ് പറഞ്ഞാൽ ചിലപ്പം പൈശാചിക ബന്ധനത്തിലുള്ള ഡെലിവറൻസ് ആയിരിക്കും, അല്ലെ മനപ്പീഡയിൽ നിന്നുള്ള ഡെലിവറൻസ് ആയിരിക്കും, അല്ലെ ഉറക്കമില്ല, അല്ലെ പാപത്തിൽ നിന്നുള്ള ഡെലിവറൻസ്, അങ്ങനെ പലവിധമായ ഡെലിവറൻസ് കണ്ടാലേ മനുഷ്യന് സൗഖ്യം കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രാക്ചറോ അല്ലെ അത് ചിലപ്പോൾ ഹീലാവും, പക്ഷെ ഉള്ളില് ഈ വെളിച്ചം, ജീവനാകുന്ന ക്രിസ്തു വന്ന ആ വെളിച്ചം വന്നെങ്കിലേ അത് പറ്റത്തുള്ളൂ. അതിനോട് കണക്ട് ചെയ്ത് ഡോക്ടർ ഒരു വചനമില്ല, സെബുലൂൻ ദേശം നഫ്താലി ദേശം ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം, അത് യേശു കർത്താവ്. അത് ഉള്ളിലോട്ട് വരുമ്പോഴാണ് അത് പ്രകാശം അല്ലേ? അപ്പൊ അതേക്കുറിച്ച് ഒന്ന് പറയാമോ ഇത് കേൾക്കുന്നവരോടൊപ്പം? എങ്ങനെ ആ ഒരു പ്രകാശം ഒരാള് രക്ഷയുടെ അനുഭവത്തിലോട്ട് വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്തായിരിക്കും ഡോക്ടർ? അപ്പോൾ നമ്മള് ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. The whole world is under the control of Satan. സകല മനുഷ്യരും പിശാചിന്റെ നിയന്ത്രണത്തിൽ കിടക്കുകയാണ്. അതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ പിശാചിന്റെ നിയന്ത്രണത്തിലാകാൻ വേണ്ടിയല്ല ദൈവം ഉണ്ടാക്കിയത്, പിന്നെ ദൈവത്തിന്റെ പുത്രന്മാരാകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നാൽ പാപം ചെയ്തപ്പോൾ, റോമർക്ക് ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സർവ്വ മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപം മൂലം മരണം. ഈ മരണം എന്ന് പറഞ്ഞാൽ വേർപാട്, ദൈവവും മനുഷ്യനും നമ്മൾ വേർപാട്. ശാരീരിക മരണം എന്ന് പറയുമ്പോൾ ശരീരവും ആത്മാവും വേർപെടുന്നു. എന്നാൽ ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ
പരിശുദ്ധാത്മാവും അല്ലെ ദൈവവും മനുഷ്യനും തമ്മിൽ. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ആ സന്ദർഭത്തിൽ തന്നെ ഈ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പക്ഷെ അവര് ജീവിച്ചിരുന്നു പിന്നെയും. ശരിക്കും പറഞ്ഞ സെപ്പറേഷൻ സ്പിരിച്വലി ദൈവമായിട്ടുള്ള ഡിസ്കണക്റ്റഡ് ആയി ദൈവമായിട്ടുള്ള. അപ്പൊ പാപം മൂലം മനുഷ്യനും ദൈവം തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പാപത്തിന്റെ. ഈ പാപത്തിനൊരു പ്രായശ്ചിത്തം അല്ലെ, പാപത്തിന് ക്ഷമ ലഭിക്കണം. പാപത്തിന് ക്ഷമ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവം വെച്ചിരിക്കുന്ന നിബന്ധന രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ക്ഷമയില്ല. വിത്തൗട്ട് ഷെഡിങ് ഓഫ് ദർ ഇസ് നോ ഫോർഗിവ്നെസ്. ആ രക്തത്തിന് പ്രത്യേകതയുണ്ട്. കുറ്റമില്ലാത്ത ഒരു മനുഷ്യന്റെ രക്തമാണ്. ലോക ചരിത്രത്തിൽ കുറ്റമില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ ഒരു കന്യകയിൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കി. ക്രിസ്തു ദൈവമാണ്, എന്നാൽ യേശു മനുഷ്യനാണ്. ഈ യേശുവിൽ ദൈവം കയറിയപ്പോൾ യേശു ക്രിസ്തു അപ്പോൾ കന്യകയിൽ ജനിച്ചു. യേശുവിൻ്റെ ജനനം, അങ്ങനെ ഒരു ജനനം ഉണ്ടായിട്ടില്ല ലോക ചരിത്രത്തിൽ. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. രണ്ടാമത്തെ കാര്യം, അവനിൽ പാപമില്ല. ലോക ചരിത്രത്തിൽ പാപമില്ലാതെ ഒരൊറ്റ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ, യേശു. യേശു മരണം ഈ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് നമുക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. അതുകൊണ്ട് തീർന്നില്ല, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം അത്ഭുതങ്ങളാണ്. ഇത് വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞ ആ അനുഭവത്തിലൂടെ നമ്മൾ വന്ന് ജീവിക്കുന്ന ഒരു തലം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തി ആസ്വദിക്കുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും നല്ല വചനം ആസ്വദിക്കുകയും ചെയ്തവർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വരുവാനുള്ള ലോകത്തിലെ ആ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും, ശരിക്കും റിയലായിട്ട്, അല്ലേ? ഡോക്ടർ പറഞ്ഞ ആ തലമാണ് ആ യേശുവിന്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം കൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇവിടെയും ഒരു ശരിക്കും ഒരു, അല്ലേ, ഒരു ഭയങ്കര സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയും. പിശാചിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ഡെലിവറഡ് ആയി കർത്താവിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. നേരത്തെ നമ്മൾ അപ്പനില്ലാത്തവർ, ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാർ. അപ്പോ ഇത് നമുക്കൊരു വലിയ സംഭവം. ആ ഒരു സത്യം നമ്മൾ അറിയണം. അത് യേശു പറഞ്ഞു, ഇഫ് യു നോ ദ ട്രൂത്ത്, ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അപ്പൊ സത്യമാണ് ഈ പിശാച്, ഈ ലോകത്തിന്റെ ദൈവം വിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുക. തേജസ്സിന്റെ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ വെളിപ്പെടാതിരിക്കാൻ അടച്ചു വെച്ചേക്കും. പക്ഷെ ഇത് തുറന്നു കിട്ടുന്നത് പ്രസംഗിക്കുമ്പോഴാണ്. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ ആൾക്കാർ മനസ്സിലാക്കും? ഇപ്പൊ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ എന്നെ പരിശുദ്ധമായ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ ഇങ്ങനൊരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാള്, ആ ദൈവം ഡോക്ടറെ വിടുവിച്ചു. മുമ്പേ പറഞ്ഞല്ലോ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക്. പക്ഷെ ആ ഒരു സംഭവം നമ്മൾ പ്രാപിച്ചത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു ദാഹം അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് കണക്ട് ചെയ്താണ് ശമരിയാക്കാരി സ്ത്രീയെ ഈ സത്യം അറിഞ്ഞിട്ട് ഇവൾ ആ പാത്രം, റെയ്നാൾഡ് ബോങ്ക് എങ്ങനെ പറയുന്നത്, അവളൊരു കിണർ അവൾക്ക് ലഭിച്ചു, ഇവൾ ആ പാത്രം വെച്ചിട്ട് ഓടുക. എന്നിട്ട് അവള് പറയുന്നത്, ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു. അപ്പൊ അവരോട് പറയുന്നത് എങ്ങനെയാണ്, കം ആൻഡ് സീ. അപ്പം ഇവര് വന്ന് യേശുവുമായിട്ട് വരുമ്പോൾ യേശുവിനെ നിർബന്ധിക്കുക 2-3 ദിവസം താമസിക്കണമെന്ന്. അത് കഴിഞ്ഞ് യേശു പറയുന്ന ഒരു ഭാഗം, അവര് പറയുന്നൊരു ഭാഗമാണ്, സ്ത്രീയെ ഇനി നിന്റെ സാക്ഷ്യമല്ല, ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, ഹി ഈസ് ദ സേവിയർ ഓഫ് ദ ഹോൾ വേൾഡ്. അപ്പൊ ആ ഒരു തലം അവള് പോയതുപോലെ നമ്മൾ ഈ ലഭിച്ചത് എന്താ പറയുക ഡോക്ടറെ, മറ്റുള്ളവരിലേക്ക് കൊടുക്കണം, ഇല്ലേ? അതായത് ഈ അന്ധകാര ലോകം, അതായത് ഭൂമിയും അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണെങ്കിലും അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതിയും മൂടിയിരിക്കുക. അതിനിടയ്ക്ക് നമ്മൾ ഈ സുവിശേഷം പറയുക. അതാണ് എൻ്റെ ഒരു തലവല്ല. കർത്താവ് നമ്മളോട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണ്, ദൗത്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം അറിയിക്കുക. അപ്പം നമ്മൾ ആ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ ഡോക്ടർ അത് ചെയ്യുക, വ്യാപാരം ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ അവൈലബിൾ അല്ലേ? ദൈവം നിയന്ത്രിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ആ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ വേദോസത്തിൽ പറയുന്നില്ല, അബ്രഹാം ഹിയറായാം, അനന്യാസിനോട് ഹിയറാം, അപ്പൊ അവരൊക്കെ ആ ട്യൂൺഡായിരുന്നു, അല്ലേ? അപ്പൊ അതുപോലെ ഡോക്ടർ അവൈലബിൾ. നാളെ ഇനി ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് എന്തു പറഞ്ഞാലും മീൻസ് ചെയ്യാൻ തയ്യാറായല്ലേ? ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞു. ഡോക്ടറിന്റെ ഒരു ദർശനം എന്തോ, അതായത് നമുക്കെല്ലാവർക്കും ഞാൻ ചോദിക്കുന്നില്ല, ഒരു വിഷൻ മിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ദൈവം ഇട്ടിരിക്കുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ, അതെന്തോ ഇനിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഇന്നത്തെ നിലവാരത്തില് എൻ്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ ഒരു ആരാധകനാകുക, ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ കയറിയുള്ള ആരാധനയല്ല, എൻ്റെ സീക്രട്ട് പ്ലേസിൽ. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മൾ സാധാരണ പള്ളികളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ആരാധിക്കുമ്പോൾ ഒരു ദൈവത്തെ സ്തുതിക്കും, ആ ഒരു തലമല്ല, അതിനപ്പുറത്ത് ഔട്ട് ഓഫ് ദ ഹാർട്ട്സ്, അതായത് ഹൃദയത്തിലും സത്യത്തിലും ആരാധകനായി ജീവിക്കുക, അതായത് ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ അല്ലേ, ആ ഒരു തരത്തിലേക്ക്. അത് ഞാൻ സ്വന്തമായിട്ട് ഈ ഒരു 250 പാട്ടുകൾ ബുക്കിനകത്ത് എഴുതി വെച്ചു. 250 എഴുതി വെച്ചിട്ട് എനിക്ക് തോന്നുമ്പോഴേക്കും പുസ്തകം എടുത്ത് ഞാൻ തന്നെ അങ്ങ് പാടുക. അത് ഇത് പ്രിന്റഡ് ബുക്ക് അല്ല, ഡോക്ടർ വരികളാണോ അതോ അല്ലാതെ മറ്റു പാട്ടുകൾ തന്നെ? പഴയ പാട്ടുകൾ, ഗീതം പാടുക, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ഈ പഴയ ക്രിസ്തീയ കീർത്തനങ്ങളിനകത്തെയും പല പാട്ടുകളെയും ഈ അർത്ഥവും ഈ എന്റെ വിശ്വാസവും പാട്ട് തമ്മിൽ ചേരണം. പല പാട്ടുകളും എന്റെ വിശ്വാസവുമായിട്ട് ചേരത്തില്ല. സ്ക്രിപ്ചറലി ശരിയായിട്ടുള്ള പാട്ടുകൾ ഒത്തിരി ഉണ്ട്, പക്ഷെ പലപ്പോഴും നമ്മളത് അതങ്ങ് വിട്ടുപോകുക. പഴയ കാലത്തെ പല പാട്ടുകൾ, പൊന്നേശു തമ്പുരാനല്ലോ, ഇതൊക്കെ നമ്മളങ്ങ് മറന്നുപോയി. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എഴുതി വെച്ചേക്കെ ഇപ്പൊ. അപ്പൊ അന്ന് നമ്മൾ പാടുമ്പോ നമുക്ക് ചേറ്റില്ല, നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് അവിടെ നിന്ന് കയറിയപ്പോഴാണ് ആ പാട്ടിന്റെ മഹത്വം അല്ലേ, ചേറ്റിലല്ലോ കിടുന്നത് ഓർക്കുമ്പോൾ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി അങ്ങേ സ്തുതിപ്പാൻ കൃപയരുൾക, ഇതൊക്കെ നമ്മളൊക്കെ മറന്നുപോയി. അപ്പൊ ഡോക്ടർ ആ ആരാധനയുടെ തലം എങ്ങനെ പറഞ്ഞു? നമ്മളെ തന്നെ മറന്ന് ദൈവത്തെ അല്ലേ ഹൃദയം കൊണ്ട് ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് യേശു യോഹന്നാൻ സുവിശേഷം പറഞ്ഞ പോലെ യു അബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അത് നമ്മള് എക്സ്പീരിയൻസിനകത്തോട്ട് പ്രവേശിക്കുക. അത് പറഞ്ഞ് കേട്ടറിവുകളൊന്നും അല്ല, പുറമെ ഒന്നും അല്ല, നമ്മൾ ശരിക്കും റിയലായിട്ട് എൻറ്ററിങ് ഇൻടു ഹിസ് പ്രസൻസ്. വേണം ഇങ്ങനെ പറയാം, മോശ ആ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് പറഞ്ഞില്ലേ, അറിയിക്കണമേ, തിരുസാന്നിധ്യം എന്നിൽ നിന്ന് മാറരുതേ അല്ലേ, ആ ഒരു തലത്തിലേക്കാണ്. പിന്നെന്തോ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പിന്നെ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. ശബ്ദങ്ങൾ ഇപ്പൊ നിലവിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ദൈവശബ്ദം? അതായിപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദിനം പ്രതി നമ്മൾ ഇരിക്കുന്നത് എപ്പോഴൊക്കെ തിരുവചനം വായിക്കാനിരിക്കുമ്പോഴും അങ്ങ് വായിച്ചു വിടുകയല്ല. രാവിലത്തെ റീഡിങ് ഈസ് ടു ഹിയർ ഹിസ് വോയിസ്, പിന്നെ ഈവനിങ്ങിലുള്ള റീഡിങ് ടു നോ ദ വേർഡ്, അതായത് വചനം ഇങ്ങനെ കഥ അറിയാൻ വേണ്ടി. രാവിലെ വായിക്കുന്നത് കഥ അറിയാൻ വേണ്ടിയല്ല, ശബ്ദം കേൾക്കാൻ. ഇതിനിടയ്ക്ക് മണിക്കൂറുകൾ കിട്ടുമോ നമുക്ക്? രാവിലെ ഞാൻ കുറഞ്ഞത് 1 മണിക്കൂർ മിനിമം, അല്ലെങ്കിൽ ചിലപ്പം കൂടുതൽ സമയം കിട്ടിയാൽ. എന്നാൽ ജോലി ഒരു വലിയ തടസ്സമാണ്. എന്നാൽ രാവിലത്തെ സമയം വേറെ ഒന്നിനകത്ത് ഞാൻ ഇൻവോൾവ് ചെയ്യത്തില്ല. അത് ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അതാണ് ശരിക്കും പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ. രാത്രിയിലും അത്രയും സമയം കിട്ടത്തില്ല, രാവിലെ സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല, പിന്നെ മൊബൈലാണെങ്കിൽ ഒരു കെണിയാ, അതുകൊണ്ട് സാധാരണഗതിയും മൊബൈൽ അങ്ങ് മാറ്റി വെക്കും. അപ്പം ജോലി സ്ഥലത്താണെങ്കിലും മാറ്റി വെക്കും, പിന്നെ വീട്ടിൽ വന്നാലും വളരെ ബെയർ മിനിമമാ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ മറ്റേ നടക്കത്തില്ല, ദിവസം വായിക്കത്തില്ല, പ്രാർത്ഥന നടക്കത്തില്ല. അതുകൊണ്ട് രാവിലെയും ഒന്നും പലപ്പോഴും പത്രമൊക്കെ അവിടെ കിടക്കത്തേ ഉള്ളൂ. 8 മണിക്കായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നത്. 5 മണിക്ക് വന്നാലും ചിലപ്പോൾ എടുക്കത്തില്ല, അവിടെ ഗേറ്റ് കിടക്കത്തേ ഉള്ളൂ. കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മൾ മിസ്സായി പോകും. അപ്പൊ അത് അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സമയങ്ങളും മറന്നു പോകും അല്ലേ, ചില സമയങ്ങളിൽ. പിന്നെ പ്രശ്നം വെച്ചാൽ അതിനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്, ജോലി തിരക്ക്. അതൊരു വലിയ നഷ്ടമാണ്. അല്ല, ദൈവം അവൈലബിലിറ്റി തരും. ഞാനിപ്പോൾ അത് പറയാൻ കാരണം ഈയിടെ ഒരാൾ പറഞ്ഞു, ചെന്നൈയിൽ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഒരു ദൈവദാസനെ ജോലിയോടുള്ള ബന്ധത്തില്, അപ്പൊ ആ ലഞ്ച് ടൈമിൽ അദ്ദേഹം മറ്റുള്ളവരോട് ചെറിയ പേഴ്സണലി ഹോസ്പിറ്റൽ പറയാൻ തുടങ്ങി. ഇങ്ങനായി ദൈവം പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞ് ഹാഫ് ഡേ എടുക്കാൻ പറഞ്ഞു. പിന്നെ ദൈവം അദ്ദേഹത്തിന്റെ ടൈം അവൈലബിൾ ആണെന്ന് കണ്ടപ്പോൾ ദൈവം ആ തരത്തിലേക്ക് കൊണ്ട് ഇന്നെനിക്ക് തോന്നുന്നത് എങ്ങാണ്ട് 1000 പേരുള്ള ഒരു സഭയുടെ പാർഷൽ ലെവലിലേക്ക്, കറക്റ്റ് എനിക്ക് അറിയത്തില്ല, ഒരാൾ ഒരു പ്രസംഗമധ്യേ പറഞ്ഞതാണ്. ദൈവത്തിന് എന്തുമാത്രം നമ്മൾ സമയം കൊടുക്കുന്നു, അത്രയും ദൈവം നമ്മളെ അല്ലേ ഉപയോഗിക്കും. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ആരാധനയിൽ ഒരു ഒന്നായിത്തീരുന്ന ഒരു അനുഭവത്തിൽ ആരാധകനായി മാറുക. രണ്ടാമത് ഇത് ദൈവശബ്ദം. ഇന്ന് ആരാധന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഫിലിം സ്റ്റാർ അറിയാമല്ലോ, ജനങ്ങളിലൂടെ ആരാധന ഉണ്ടല്ലോ. പക്ഷെ ഈ ആരാധന എന്ന് പറഞ്ഞാല് ഒരിക്കലും മാറിപ്പോകുന്നല്ല അല്ലേ. ഒരിക്കലും ഇങ്ങനെ ഒരാൾ പറഞ്ഞ ഒരു ഫിലിം സ്റ്റാർ
അപ്പം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഒരു ലേഡി ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്യാൻസറിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്ന 4 സ്റ്റേജ് ആ ലെവലിൽ വന്ന സമയത്ത് വീഡിയോഗ്രാഫറോട് അവരോടെല്ലാം പറഞ്ഞു വരണ്ട, ഇപ്പം ഇത് വികൃതമാണ്, മീൻസ് എൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അപ്പം അത്രയും ഗ്ലാമറസ് ഉള്ള ഒരാളായിരുന്നു, ആക്ട്രസ് ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് അത് ഇതായിപ്പോയി. പക്ഷെ നമ്മുടെ കർത്താവ് അത്രയും ക്രൂശിൽ തകർന്നിട്ടും ഉയർത്തെഴുന്നേറ്റപ്പോഴും ആ യോഹന്നാന് വെളിപ്പെടുന്ന ആ ഭാഗം എന്തോ അല്ലേ, 7 നിലവിളക്കുകളുടെ നടുവിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ ആ ദൈവത്തിന്റെ ആരാധകനായിട്ട് മാറുക അതൊരു പദവി. അതാണ് ഡോക്ടറുടെ ആഗ്രഹം അല്ലേ. പക്ഷെ ഞാൻ റെയറായിട്ടാണ് അത് ഞാൻ അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. ചിലർ പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഒരു സ്റ്റേജ് അല്ലെ ഒന്നുകൂടെ ഒന്ന് പ്രസംഗിക്കണം അല്ലെ കുറച്ചുകൂടെ. പക്ഷെ അത് ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. പിന്നെ ഡോക്ടറെ അതുപോലെ നമ്മുടെ ഈ ഒരു ഡോക്ടർ ഈ പ്രത്യേകിച്ച് ബോൺ സ്പെഷ്യലിസ്റ്റ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒത്തിരി ധാരാളം അനുഭവങ്ങളുണ്ടല്ലോ. അപ്പം ഇതിനിടയ്ക്ക് ഒരു ഹീലിങ്ങിനെ എങ്ങനെ ഡോക്ടർ വിലയിരുത്തുന്നത്? സൗഖ്യം, അതായത് ചിലർ പറയത്തില്ലയോ ഇങ്ങനെ ഡോക്ടറെ എനിക്ക് സൗഖ്യമായി, ഡോക്ടറിന്റെ നമ്മുടെ ആ ലോജിക്ക് ആ ബുദ്ധിക്ക് അപ്പുറത്തോട്ട് അങ്ങനെ ദൈവപ്രവർത്തി നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒന്ന് വിവരിക്കാമോ അതേപോലെ? അപ്പോൾ നമ്മൾ ഈ പാപം, മരണം, പാപത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സംഭവമാണ് രോഗം. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സർവ്വ മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപം മൂലം മരണം, അതിനു മുമ്പുള്ളതാണ് രോഗം. പാപത്തിൻ്റെ ഫ്രൂട്ടാണ് രോഗം. അതിൽ കൂടിയാണ് മരണവും നരകവും സംഭവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, അല്ലെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രക്ഷകൻ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ പാപത്തിന് ക്ഷമ ലഭിച്ചു. പിന്നെ അവൻ്റെ ഫോർഗിവ്നെസ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവനിൽ പാപമല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, നീതിയാണ്. പാപം ഒരു റൂട്ടാണ്, ഒരു സീഡാണ്. ഈ നീതിയും ഒരു സീഡാണ്. ഈ വിത്തിനൊരു ഫലമുണ്ട്. പാപത്തിന്റെ വിത്തിന്, പാപം എന്ന വിത്തിന്റെ ഫലം രോഗത്തിലേക്ക് പോവാ. നീതി എന്ന വിത്തിന്റെ ഫലം ദൈവത്തിന്റെ ജീവൻ, ഡിവൈൻ ഹെൽത്ത്, ഇറ്റേണൽ ലൈഫ്, സ്വർഗരാജ്യം. അപ്പോൾ ഈ ലോജിക്കലി ഒരു നീതിമാൻ രോഗം ഉണ്ടാകാൻ ഒക്കത്തില്ല.